ഇൻവിൻസിബിൾ 16 എപ്പിസോഡുള്ള 2 സീസണുള്ള ഒരു അനിമേറ്റഡ് സീരീസാണ്. ഇതിനകത്ത് രണ്ടാമത്തെ സീസണിൻ്റെ പാർട്ട് 2 ആണ് ഇപ്പോൾ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സീസൺ ഓൾറെഡി കഴിഞ്ഞതായിരുന്നു. ഈ ഒരു സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് സീസണിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കാണുന്ന സമയത്ത് ഒട്ടും ഇമ്പ്രസ്ഡ് ആവാതെ എങ്ങനെയെങ്കിലും ഇത് കണ്ടു തീർക്കാം എന്നുള്ള ഒരു മൈൻഡിൽ, ആ ഒരു തോട്ടോടുകൂടിയാണ് ഞാൻ ആദ്യത്തെ 2-3 എപ്പിസോഡ്, 4 എപ്പിസോഡോളം കാണുന്നത്. കാരണം ഒരു നോർമൽ കാർട്ടൂണിനപ്പുറം ഈ ഒരു സീരീസിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നൊരു തോട്ടായിരുന്നു എനിക്ക്. പക്ഷെ ഒരു 5 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ആ എടുത്തൊരു എഫേർട്ട് ഭയങ്കര വർത്തായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീരീസ്, അല്ലെങ്കിൽ ആനിമേറ്റഡ് സീരീസാണ്. ഇതിനകത്ത് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഒരു 5 എപ്പിസോഡ് നിങ്ങളൊരു എഫേർട്ട് എടുക്കുന്നത്, ബാക്കി ഒരു 3 എപ്പിസോഡിൽ അവർ തരുന്നൊരു സാധനമുണ്ട്, ഗംഭീരം അതിഗംഭീരം എന്നൊക്കെ പറയില്ല, അതാണ്. ഇത് സ്ട്രിക്ട്ലി ഒരു 18+ ആണ്, അഡൾട്ട് അനിമേറ്റഡ് സീരീസാണ്. അത് ന്യൂഡിറ്റിയോ സെക്സീനുകളോ ഒന്നുമല്ല, വയലൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു സീരീസിനകത്ത്. അത് നമ്മൾ യൂഷ്വലി പല അനിമകളിലും വയലൻസ്, ഇപ്പം ജുജുത്സു കൈസനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ വയലൻസും ബ്ലഡ് ബാത്തുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് കാണിക്കുന്നത് വേറൊരു രീതിയിലാണ് ഇത് കാണിക്കുന്നത്. സൂപ്പർ ഹീറോസിനെയൊക്കെ കൊന്നു കളയുന്നതിനൊരു ദയയില്ലാതെ കൊന്നു കളയാന്നൊക്കെ പറയുന്ന പോലെയാണ്. അതിനകത്ത് മെയിൻ ക്യാരക്ടറായിട്ടുള്ള മാർക്ക് ഗ്രേസൺ, അതായത് ഇൻവിൻസിബിൾ ആരാണ്? മാർക്ക് ഗ്രേസൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്നിമാൻ്റെ മകനാണ്. നോളൻ ഗ്രേസൻ്റെ മകനാണ് മാർക്ക് ഗ്രേസൺ. ഒരു ടീനേജ് ബോയ്, 17 വയസ്സുള്ളവൻ. അച്ഛൻ്റെ പവറുകൾ എന്താണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പവറുകൾ മകനിലുണ്ട്. അത് തിരിച്ചറിഞ്ഞ ഒരു പവറുകൾ ഹാൻഡിൽ ചെയ്ത് തുടങ്ങുന്ന സമയമാണ്. അങ്ങനെ മാർക്കിനെ നോളൻ ഇങ്ങനെ പവറുകളെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നു. ഇതിനിടയ്ക്ക് നോളൻ ആരാണ് എന്നൊക്കെ തിരിച്ചറിയുന്നൊരു സാധനമുണ്ട്. ഇതിനകത്ത് കുറച്ച് ട്വിസ്റ്റും സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അതിഗംഭീരമാണ്. ഇത് DC ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒമ്നിമാൻ എന്ന് പറഞ്ഞാൽ പക്ക സൂപ്പർമാനാണ്. ഒമ്നിമാൻ വന്നിട്ടുള്ളത് വിൽട്രമേറ്റിൽ നിന്നാണ്. അതൊരു വലിയൊരു പ്ലാനറ്റാണ്, അതായത് ഇതേപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്ലാനറ്റ്. സൂപ്പർമാൻ വന്നിട്ടുള്ളത് ക്രിപ്റ്റോണിൽ നിന്നാണ്, ഇതേപോലെ തന്നെ. പക്ഷേ സൂപ്പർമാൻ ഇൻറ്റൻഷനലി അല്ല വന്നത് എർത്തിലോട്ട്, അല്ലെങ്കിൽ സൂപ്പർമാൻ ഈ ഒരു മിഷനോടുകൂടിയൊന്നും അല്ല വന്നത്. പക്ഷേ നോളൻ വന്നിട്ടുള്ളത് ഒരു വിൽട്രമേറ്റിൻ്റെ അവരുടെ ഒരു മിഷനോടുകൂടിയാണ് വന്നിട്ടുള്ളത്. അതായത് ഇവിടെ വരിക, ഇവിടെ കുറേ കാലം ജീവിക്കുക, അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള എല്ലാം നശിപ്പിക്കുക, അവർ ഡൊമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനമായിട്ടാണ് വരുന്നത്. അതൊക്കെ നമ്മൾ പിന്നീടാണ് അറിയുന്നത്, ഇങ്ങനെയാണ് നോളൻ ഇതാരാണ് എന്നൊക്കെയുള്ള സാധനങ്ങൾ വരുന്നത്. അങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ നോർമലി നോളൻ മാർക്കിനെ ഓരോന്ന് പഠിപ്പിക്കുന്നു, അങ്ങനെ ഗാർഡിയൻസിലൊക്കെ ചേർക്കുന്നു. അതായത് നമ്മളുടെ ജസ്റ്റിസ് ലീഗ് പോലെയുള്ള അവരുടെ യൂണിവേഴ്സിലെ ആ ഒരു പ്രൊട്ടക്ടേഴ്സാണ് ഗാർഡിയൻസ്. ഇതിനിടയ്ക്ക് ഗാർഡിയൻസിനെല്ലാം ഒരു ഭയങ്കര മിസ്റ്ററി ആയിട്ടുള്ള ഒരു കൊലപാതകം നടക്കുന്നു. അതായത് എൻ്റെ ഗാർഡിയനെ ഒമ്നിമാൻ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ആരോ ഒന്ന് കൊന്നിട്ട് പോകുന്നു. അതും കൊല്ലുന്ന സീനുകളൊക്കെ കാണണം. സൂപ്പർ ഹീറോസിൻ്റെയൊക്കെ മറ്റേ തല പിടിച്ച് തണ്ണിമത്തൻ അടിച്ച് പൊട്ടിക്കുമല്ലോ, ആ ഒരു ലാഘവത്തോടു കൂടിയാണ് അടിച്ച് പൊട്ടിച്ച് കൊന്നു കളയുന്നത്. അത്രയ്ക്ക് ബ്ലഡ് ബാത്തുള്ള ഒരു സീരീസാണ് ഇൻവിൻസിബിൾ എന്ന് പറയുന്നത്. അങ്ങനെ വരുന്നത് ഇതിനകത്ത് അവസാനം നോളനും, അതായത് ഒമ്നിമാനും ഇൻവിൻസിബിളും തമ്മിലൊരു ഫൈറ്റുണ്ട്, അച്ഛൻ മകൻ ഫൈറ്റ്. അത് മാസ്മരീയമാണ്. പക്ഷേ ചോര മാത്രമേ അതിനകത്ത് കാണിക്കുള്ളൂ. നമ്മളെ സ്ക്രീൻ ഇങ്ങനെ ചുമന്ന് നിൽക്കും. ഈ ഒരു ഇൻവിൻസിബിൾ നിങ്ങൾ കാണുന്ന സമയത്ത് ആ ഒരു ടൈറ്റിൽ കാർഡ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻവിൻസിബിൾ എന്ന് എഴുതി കാണിക്കുന്ന ഓരോ എപ്പിസോഡിലെയും ടൈറ്റിൽ കാർഡിൽ ഇങ്ങനെ ബ്ലഡ് വന്നിങ്ങനെ വീഴുന്ന ബ്ലഡിൻ്റെ ബ്ലഡ് മാർക്സ് കാണിക്കും. അതൊരു 6-7 എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് ഇൻവിൻസിബിൾ ഇങ്ങനെ മറ്റേ ചോരയ്ക്കകത്ത് മുക്കി കുളിപ്പിച്ച് നമ്മൾ അയലിടുമല്ലോ, ആ ഒരവസ്ഥയാകും. 8 ആകുമ്പോഴത്തേക്ക് ചുമന്ന് ഇങ്ങനെ വീഴുകയാണ് അതിനകത്ത് നിന്ന്. അങ്ങനെ ആ ഒരു ഫൈറ്റ് വരുന്നു. അവസാനം ഒമ്നിമാൻ എർത്തിൽ നിന്നൊക്കെ പോകുന്നൊരു സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് സീസൺ തീരുന്നത്. അതിനുശേഷം 2ാമത്തെ സീസൺ വരുന്ന സമയത്ത് ഒമ്നിമാൻ ഇല്ല, പുതിയ ഗാർഡിയൻസ് വരുന്നു. അതിനകത്ത് ഇൻവിൻസിബിൾ നമ്മുടെ മാർക്ക് അവിടെ പുതിയ, അതായത് എർത്തിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നൊക്കെ നിന്ന് അവർ യൂഷ്വലി ഒരു സൂപ്പർ ഹീറോ തിങ്സുമായിട്ട് പോകുന്ന സമയത്ത് വേറൊരു പ്ലാനറ്റിൽ നിന്ന് കുറച്ച് ഏലിയൻസ് വന്നിട്ട് മാർക്കിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നു. മാർക്ക് അവിടെ പോകുന്നതും അവിടെ കുറച്ച് മിസ്റ്ററി സാധനങ്ങൾ, അതായത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് ട്വിസ്റ്റുകൾ അവിടെ ഉണ്ടാകുന്നു. അവിടെയും വിൽട്രമേറ്റ്സ് വരുന്നു. അങ്ങനെ പോകുന്ന ഒരു സെക്കൻഡ് സീസണിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു. അതൊരു അടിപൊളി ഒരു ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ട് നിർത്തുന്ന രീതിയിലാണ് ഫസ്റ്റ് പാർട്ട് 4 എപ്പിസോഡ് തീർക്കുന്നത്. അതിന് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3 മാസം നമ്മൾ കാത്തിരിക്കുകയാണ് എന്താണ് അടുത്തത് എന്നുള്ളത്. വീണ്ടും ഒരു 4 എപ്പിസോഡ് വരാനുണ്ട്. അതിനകത്തെ ഫസ്റ്റ് എപ്പിസോഡ്, അതായത് സെക്കൻഡ് സീസണിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ് പാർട്ട് 2 ഫസ്റ്റ് എപ്പിസോഡ്. അങ്ങനെ അത് വരുന്നു. അതിനകത്ത് വീണ്ടും ട്വിസ്റ്റുകൾ വരുന്നു. ഇതെങ്ങോട്ടാണ് ഈ ഒരു സാധനം പോകുന്നതെന്ന് നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അനിമേഷൻ സീരീസ് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇൻവിൻസിബിൾ കൊണ്ടുപോകുന്നത്. അതായത്
ഇതിൻ്റെ റേറ്റിങ്ങിനെ പറ്റിയിട്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് അനിമേറ്റഡ് സീരീസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന സാധനമാണ്. അത്രയ്ക്ക് നമ്മളെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹീറോ സീരീസാണ്. യൂഷ്വലി നമ്മൾ കാണാറുള്ള സൂപ്പർ ഹീറോ സീരീസുകളിലുള്ളതിനേക്കാൾ കൂടുതൽ ബ്ലഡ് ബാത്തും കൊലപാതകങ്ങളും ഉള്ള അത്രയ്ക്ക് വയലൻസ് ഉള്ള ഒരു സീരീസ്. ഈ ഒരു രണ്ടാമത്തെ സീസണിൻ്റെ ഒരു ടൈറ്റിൽ കാർഡിലേക്ക് വരികയാണെങ്കിൽ ചുമപ്പൊക്കെ അടന്ന് വീഴുകയാണ്. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ്, അല്ലെങ്കിൽ ഇനി ചോരയാണ് ഫുള്ള് എന്നുള്ള രീതിയിലാണ് ആ ഒരു സാധനം കൊണ്ടുവന്നത്. അങ്ങനെ പോകുന്ന ഒരു അടിപൊളി അട്ടാറ് വെടിച്ചിൽ സീരീസാണ് ഇൻവിൻസിബിൾ.